കുട്ടനാട് കണ്ണകയുടെ ഷോക്കാറടിക്കാൻ വേണ്ടി ചങ്ങനാശ്ശേരിക്ക് പോകാൻ ഇറങ്ങിയ ഉഗ്രം മഴ. ഇവിടെ എല്ലാം ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാനാണെങ്കിലും എൻ്റെ പ്രോഗ്രാമിൻ്റെ എല്ലാ കാര്യവും കൂടുതലും എൻ്റെ ഉപയോഗിക്കുന്നത് എൻ്റെ വാഹനം, എൻ്റെ സാരഥിയാണ്. എന്നാ മഴയാ. നല്ല ഇടിവെട്ടി മഴയാ. ഒരു പരുവത്തിൽ വണ്ടി ഓടിച്ച് ഇവിടെ എത്തി. വീണ്ടും മഴ. മഴയത്ത് പോവാം. കഴിഞ്ഞ 9 വർഷമായിട്ട് കുട്ടനാട് കണ്ണകയുടെ പോസ്റ്റർ അടിക്കുന്നുണ്ട്. ചങ്ങനാശ്ശേരിയിലെ സെന്റ് ജോസഫ് പ്രസ്. മഴയേ പേരുന്നുണ്ട്. റോബിൻ. എവിടെ വീട്? കുറുമ്പനാടാ. ഇപ്പൊ വരുവോ? ഇവിടുന്നാണ് നമ്മുടെ ഷോ കാർഡ് പ്രിന്റ് ചെയ്ത് കൊണ്ടുവരുന്നത്. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പാണ്. അത് കൊണ്ടുവരും. അറിയാം. ഓക്കെ ആണ്. അവിടെ ദൈവമേ. ഓക്കെ പ്രിന്റ് ചെയ്തോ. ഓക്കെ ഓക്കെ ശരി. ഫ്രഷ് കട്ട് വേണം കേട്ടോ. ഓക്കെ ശരി. ഷോ കാർഡ് നല്ലതാകാൻ പ്രാർത്ഥിക്കുക. ഒപ്പം തന്നെ പ്രോഗ്രാം നല്ലതാകാൻ പ്രാർത്ഥിക്കുക. പ്രോഗ്രാം തരാൻ നിങ്ങളുടെയൊക്കെ അനുഗ്രഹങ്ങളും പ്രാർത്ഥന ഉണ്ടാകണം. കുട്ടനാട് കണ്ണകയെ നിങ്ങളുടെയൊക്കെ വേദിയിലേക്ക് ക്ഷണിക്കണം. ചങ്ങനാശ്ശേരി സെന്റ് ജോസഫ് ഓഫീസറ്റ് പ്രിന്റേഴ്സ് അവിടെ പ്രസ്സിൽ വന്നതാണ്. തൊട്ടിപ്പുറത്താണ് യൂക്കോ ബാങ്ക്. ഇവിടെ വന്നപ്പോഴേ എൻ്റെ ഒരു ആത്മമിത്രം, സുഹൃത്ത്, സഹോദരൻ, കേരളത്തിലെ പ്രശസ്തനായ ഒരു മിമിക്രി കലാകാരനെ കണ്ടു. നമുക്കറിയാം, അഭിലാഷ് ചങ്ങനാശ്ശേരി. നമസ്കാരം. അറിയില്ല, അഭിലാഷ് ചങ്ങനാശ്ശേരി അറിയാലോ. കാരണം എൻ്റെ കൂടെ വോഡഫോൺ കോമഡി സ്റ്റാർസിൽ 3 വർഷം ഉണ്ടായിരുന്നതാണ്. കൊച്ചി സ്റ്റേജ് ഇന്ത്യ, കൊച്ചി മിമിക്സ് ഭവൻ, അല്ല അങ്ങനെ ഒത്തിരി കേരളത്തിൽ ഒത്തിരി സമയത്തിലുണ്ട്. ഇപ്പോൾ കേരളത്തിലെ പല നടന്മാരുടെയും അപരനായി സ്റ്റേജിൽ മിന്നി പറയുന്ന പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന കലാകാരനാണ് അദ്ദേഹം. ഈ യൂക്കോ ബാങ്കിലെ ഒരു സ്റ്റാഫ് കൂടിയാണ്. അപ്പോൾ പരിചയപ്പെട്ട സന്തോഷം. റോഗരൊക്കെ എങ്ങനെ പോണ്? ഓരോക്കെ എങ്ങനെ ഒരു സീസൺ ആവുമല്ലോ. ഓണാവുന്നില്ല. ഓണാകുമ്പോഴേ നമ്മളൊക്കെ ഒന്ന് പച്ച പിടിക്കത്തില്ല. അതെ അതെ അതെ. അപ്പോൾ ഡ്യൂട്ടിയാണോ? അതെ ഡ്യൂട്ടി എടുക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. ഒറ്റക്കെട്ടാണോ? നമുക്കിത് മഴ പെയ്യായിരിക്കാണല്ലോ. നമ്മൾ നനഞ്ഞായിരിക്കാൻ പ്ലാസ്റ്റിക് കവറിലിട്ടിട്ടാണ്. ഒരു വലിയ കവർ ഇട്ടാങ്കിലേ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പോകുമ്പോഴേ മഴ നനഞ്ഞ് പോയാൽ പിന്നെ ഇരട്ടി പാടാം. ഇത് വെച്ചിട്ടാണ് വിൽക്കല്ലേ. അമ്മ അത് ഇടട്ടെ ഇങ്ങനെ. അവിടെ കിടക്കാണ്. അമ്മേ
അവിടെ ചിലപ്പോൾ അയച്ചെടുക്കാൻ പറ്റാ പറഞ്ഞു. കൈ പൊക്കില്ലേ? ഒന്ന് പൊക്കി തരാം. ഇവിടെ ഇത് അടി വെച്ചിട്ട് കേട്ടോ. ഓക്കെ ഓക്കെ കയറുണ്ട് എൻ്റെ വണ്ടി. ഞാനിത് കൊണ്ടുപോകാൻ തബല കെട്ടുന്ന വള്ളിയാണ്. തബലേ കൊണ്ടുപോകും ബാഗ് വെച്ച് കെട്ടുന്ന വള്ളിയാണ്. ഏതാ ആ ജോബ് ഉണ്ട്. പിന്നെ എൻ്റെ ക്ലാസ്മേറ്റാ. ആ എന്തോ ഞാൻ പുന്നപ്പുറ ചന്തവെച്ച് കാണാറുണ്ട്. ഏതാ? ആ അതെ തന്നെ, വണ്ടിയുടെ നമ്പർ 9 9 ഏറ്റവും ലക്കി നമ്പർ അറിയാവോ? എനിക്ക് ലക്കിയില്ലെങ്കിലും 9 നമ്പർ. കുഴപ്പമില്ല, നമുക്ക് കണ്ണയ്ക്ക് പ്രോഗ്രാം കുഴപ്പമില്ല. നമുക്ക് എപ്പോഴും ആ മിനിമം ഗ്യാരണ്ടി ഉള്ള നമ്മൾ ഗ്യാരണ്ടി ഉള്ള പ്രോഗ്രാം ചെയ്യത്തുള്ളൂ. പിന്നെ ഒത്തിരി നമുക്ക് നമ്മളിതുകൊണ്ട് ജീവിക്കാമെന്ന് അറിയാവുന്നേ ഒരുപാട് ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അവരെന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ ഇത് കേരളത്തിലെ പ്രൊഫഷണൽ പ്രോഗ്രാം ഏജൻസികൾക്കെല്ലാം നമ്മളെ അറിയാം. നമ്മുടെ പ്രോഗ്രാമിൻ്റെ ലെവലും അറിയാം. പ്രേക്ഷകരെ പോലെ തന്നെ അവരുടെയൊക്കെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ്. അമ്മച്ചി ഓക്കെ. അപ്പോൾ അല്ലേ സന്തോഷം. പ്രോഗ്രാം കിട്ടാൻ പ്രാർത്ഥിക്കുക. ഓക്കെ, ഇതൊന്ന് തള്ളി തരുമോ? ഞാൻ കയറിയിരിക്കാം. ആ സാധ്യത തള്ളിയോ? ഓക്കെ ശരി. ഓക്കെ ഓക്കെ.